ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുരാട്ടോസ്കി ഗ്രാഫാണ്. സോ എനിവേസ് ഐ തിങ്ക് സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ്. ഇവിടെ K5നെയും K33നെയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിന് കീഴിൽ പെടുത്തുന്നത്. വൈ? ബിക്കോസ് ദേ ആർ നോൺ പ്ലാനർ. ഓക്കെ, സോ ഇതിൻ്റെ തിയറം എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് ജി, ഇതാണ് നമ്മളുടെ തിയറം വരുന്നത്. ഓക്കെ, അപ്പം തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇതായിരിക്കും എഴുതേണ്ടത്. ഗ്രാഫ് ജി ഇസ് പ്ലാനർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ സബ് ഡിവിഷൻസ് ഓഫ് K5 ഓർ K33. അതായത് ഐസോമോർഫിക്കോ ഇതിൻ്റെ ഒരു സബ് ഡിവിഷൻസോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫ് പ്ലാനറാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ K5 K33 എന്ന് പറയുന്നതൊക്കെ പ്ലാനർ ഗ്രാഫിലെ ഏറ്റവും ബേസിക് അല്ലെ മിനിമം ഫോംസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയറം. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ഓഫ് ദം നോൺ പ്ലാനർ ആണ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തു. അവർ റെഗുലറാണ്. അതായത് K5ലെ ഓരോ ഇൻഡിവിജ്വൽ വേർട്ടെക്സിനും ഡിഗ്രി 4 ആണ്. K33 ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് അല്ലേ. ബൈപാർട്ടേറ്റ് എന്തായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് 3 എന്താണ് ഇങ്ങനെ 3 ഇത് 3 ഇത് 3. അപ്പം എല്ലാ വേർട്ടേഴ്സസുമായിട്ട് കണക്ഷൻസ് പോകുന്നുണ്ട്. ഇതാണ് ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലെ ഓരോ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 3 ആയിരിക്കും. റിമൂവൽ ഓഫ് 1 എഡ്ജ് മേക്സ് ദം റെഗുലർ. റിമൂവൽ ഓഫ് 1 എഡ്ജ് മേക്സ് ദം പ്ലാനർ ആണ്, റെഗുലർ അല്ല, പ്ലാനർ. ഓക്കെ, സോ റിമൂവൽ ഓഫ് 1 എഡ്ജ് മേക്സ് ദം പ്ലാനർ. അപ്പം നമ്മൾ K5യുടെ കേസിൽ നമ്മളത് വരച്ച് കണ്ടുപിടിച്ച കാര്യമാണ് അല്ലേ. പിന്നെ K5 എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഈസ് ദ എന്താണ് നോൺ പ്ലാനർ ഗ്രാഫ് വിത്ത് സ്മോളസ്റ്റ് നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് ഇവിടെ ഇറ്റ്സ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് വെച്ചിട്ട് നോൺ പ്ലാനർ ആയിട്ടുള്ള ഗ്രാഫുകളാണ് K5ഉം K33 ഒക്കെ. ഇനി നമുക്ക് കുറച്ച് റിസൾട്ട് നോക്കാം. ദ കംപ്ലീറ്റ് ഗ്രാഫ് Kn ഇസ് നോൺ പ്ലാനർ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് കംപ്ലീറ്റ് ഗ്രാഫുകൾ K5ഉം അതിന് മണ്ടിലോട്ട് വേർട്ടിസസ് ഉള്ളതെല്ലാം നോൺ പ്ലാനർ ആണ്. സിമിലർലി ബൈപാർട്ടേറ്റ് ഗ്രാഫുകൾ ഇഫ് ദിയർ n ആൻഡ് m ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അതും നോൺ പ്ലാനർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് റെഗുലർ ഗ്രാഫ് കംപ്ലീറ്റ് ഗ്രാഫിൻ്റെയും ബൈപാർട്ടേറ്റ് ഗ്രാഫിൻ്റെയും കേസിൽ K5ഉം K33 എന്ന് പറയുന്നത് മിനിമം ആയിട്ടുള്ള ഒരു എന്താണ് ഒരു കട്ട് ഓഫ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് യൂലേഴ്സ് തിയറം ഓൺ പ്ലെയിൻ ഗ്രാഫ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ടാത്ത പോർഷനാണ്. ഇതിൽ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇഫ് ഗ്രാഫ് ജി ഇസ് എ കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ്, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പ്ലാനറാണ് ഇവരോട് ഉദ്ദേശിക്കുന്നത്, വിത്ത് n വേർട്ടിസസ് m എഡ്ജസ് ആൻഡ് f ഫേസസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ട്രൂ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും ഈ ഒരു ഗ്രാഫ് പ്ലാനർ ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സംഭവം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇത് ഈക്വൽ ടു 2 ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു ഗ്രാഫ് പ്ലാനർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഹിയർ ഇറ്റ്സ് എ തിയറം, സോ നമ്മൾക്ക് ഈ ഒരു തിയറത്തിന് പ്രൂഫ് വേണം. സോ ഇവിടെ വി ആർ പ്രൂവിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രൂവിങ് വിത്ത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. സോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ എന്താണ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഐ ആം ടേക്കിംഗ് ദി വിത്ത് ദ നമ്പർ ഓഫ് എഡ്ജസ്. സോ നമ്പർ ഓഫ് എഡ്ജസ് ഞാനിവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് m യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, n എന്ന് പറയുന്നത് വേർട്ടിസസ്, f ഇസ് ഫേസസ്. സോ ഇഫ് m ഇസ് ഈക്വൽ ടു 0, എൻ്റെ എഡ്ജസ് 0 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേർട്ടിസ് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഫേസ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ഒരൊറ്റ വേർട്ടെക്സ് B ആണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും എൻ്റെ ഫേസ് വരുന്നത്, എൻ്റെ എക്സ്റ്റേണൽ ഫേസേ കാണത്തുള്ളൂ. സോ ഹൗ വിൽ ഐ ടെൽ ദിസ്? n മൈനസ് m പ്ലസ് f, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1 മൈനസ് 0 പ്ലസ് 1, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2. അപ്പോൾ ഇത് ട്രൂ ആണല്ലോ. ഇനി അടുത്തത് ഫോർ m ഇസ് ഈക്വൽ ടു 1, n ഇസ് ഈക്വൽ ടു 2, അപ്പോഴും എൻ്റെ ഫേസസ് 1 ആയിരിക്കും അല്ലേ. ഇത് കണ്ടോ, ഇപ്പം യുവും വിയും ആണെന്നുണ്ടെങ്കിൽ പോലും എന്താ ഫേസ് ഒരു ക്രിയേഷനൊന്നും വരുന്നില്ല. ഇപ്പം n മൈനസ് m പ്ലസ് എഫ് എന്ന് പറയുമ്പം 2 മൈനസ് 1 പ്ലസ് 1, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2. അപ്പോൾ again ട്രൂ ആണ്. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് ദിസ് തിയറം ഇസ് ട്രൂ ഫോർ n മൈനസ് 1 എഡ്ജസ്. സോ ഐ എം അസ്യൂമിങ് that the theorem is true for n minus 1, sorry m ആണ് edges, m minus 1 edges. ഓക്കെ, സോ m minus 1 edges എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ട്രീ ആണല്ലേ. സോ നമ്മൾ ഒരു ട്രീയുടെ ഇപ്പം ലെറ്റ് us take a graph G. ഈ ഒരു ഗ്രാഫ് ഇഫ് ഇറ്റ് ഇസ് എ ട്രീ ആണെന്നുണ്ടെങ്കിൽ what will be my number of vertices? n will be
n itself അല്ലേ. വാട്ട് വിൽ ബി നമ്പർ ഓഫ് എഡ്ജസ്? n-1 ആയിരിക്കും എൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത ഫേസസ് എന്തായിരിക്കും? ഫേസ് 1 ആയിരിക്കും. എന്തുകൊണ്ടാണ് 1? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഇങ്ങനെ എത്ര ഇങ്ങനെ പോയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഫേസ് 1 ഉണ്ടാകത്തുള്ളൂ. സോ വി ആർ ഡൂയിങ് n-m plus f, n-n plus 1, that is nothing but 2. So in the case of a tree, this theorem stands true. ഇനി അടുത്ത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇഫ് G is not a tree. G is not a tree എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് എ സൈക്കിൾ. അപ്പം വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ ഈ ഒരു എഡ്ജിനെ, ഞാനിപ്പോൾ ഒരു എഡ്ജ് കാണുമല്ലോ, ഒരു എഡ്ജ് കാണും സൈക്കിൾ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു എഡ്ജീനെ റിമൂവ് ചെയ്യണം ജിയിൽ നിന്ന്. സോ G മൈനസ് E എന്ന് പറയുന്നത് ഐ എം കൺസിഡറിങ് ദാറ്റ് ഗ്രാഫ് ഹിയർ. അപ്പോൾ ഈ ഒരു ഗ്രാഫിനെ ഞാൻ എച്ച് ആയിട്ട് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ ഫേസസ് നമുക്ക് ആദ്യമേ എഡ്ജസ് നോക്കാം. സോ ഇൻ കേസ് ഓഫ് M, ഈ ഒരു ഗ്രാഫ്, അതായത് G മൈനസ് E, എൻ്റെ ഈ ഒരു സൈക്കിൾ ഉണ്ട്. ഇഫ് G ഈസ് നോട്ട് എ ട്രീ, ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് എ സൈക്കിൾ, ആ ഒരു സൈക്കിളിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എഡ്ജിനെ ഞാൻ റിമൂവ് ചെയ്യുവാണ്. സോ അങ്ങനെ ഞാൻ റിമൂവ് ചെയ്ത് എനിക്ക് ഈ H എന്നുള്ള ഗ്രാഫ് കിട്ടും. സോ ഹൗ വിൽ ബൈ എഡ്ജസ് ബി? മൈ എഡ്ജസ് വിൽ ബിക്കം m-1. എന്തുകൊണ്ടാണ് m-1? എൻ്റെ ഗ്രാഫ് Gക്ക് m എഡ്ജസ് ഉണ്ടായിരുന്നു. ആ എഡ്ജിൽ നിന്നും ഞാൻ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്തു. സോ m-1. n വേർട്ടിസസ് തന്നെയായിരിക്കും. ആൻഡ് ഫേസസ് എന്താണ്? Gക്ക് F ഫേസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫേസിൽ നിന്നും ഞാൻ ഒരു ഫേസിനെ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇതെനിക്ക് ഒരു ഫേസ് 1 ഫേസ് 2, ഓക്കെ, 2 ഫേസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഒരു എഡ്ജിനെ ഇവിടെ റിമൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് അവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് F-1. Again I am doing n minus m plus f, that's nothing but n minus m minus 1 plus f minus 1. ഇനി അടുത്തത്, that's nothing but what will I write? n minus f plus f is equal to -1 ഇപ്പുറത്തോട്ട് വരും 2. Hence we have proved that this theorem is true. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം അലൗ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബൈ ദ മാത്തമാറ്റിക് ഇൻഡക്ഷൻ വി ക്യാൻ സേ ദാറ്റ് ദ റിസൾട്ട് ഇസ് ട്രൂ ഫോർ ഓൾ കണക്റ്റഡ് പ്ലാനാർ ഗ്രാഫ്സ്. അപ്പം ഒരു വെരിഫിക്കേഷൻ നമുക്ക് വേണേൽ ചെയ്യാം. ഇവിടെ നമ്മുടെ വേർട്ടിസസ് എത്ര എണ്ണമാണ്? 1 2 3 4 5. നമ്മുടെ ഫേസസ് എത്ര എണ്ണമാണ്? 3. നമ്മളുടെ എഡ്ജസ് എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 7. അപ്പോൾ നമുക്ക് നോക്കിക്കേ, 5 - 7 + 3 എത്രയാണ്? +3 അല്ല, +4 ആണ് വരുന്നത്. നമ്മുടെ പുറത്തെ F4 നമ്മൾ എഴുതിയില്ല. സോ 4. അപ്പോൾ എത്രയാണ് വരുന്നത്? അപ്പം എത്രയാണ്? 2 ആണ് വരുന്നത്. സോ ഹെൻസ് ഇറ്റ് ഈസ് വെരിഫൈഡ്. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കത് എലാബറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു തിയറം നോക്കാം. ലെറ്റ് G ബി എ പ്ലാനാർ ഗ്രാഫ് വിത്തൗട്ട് പാരലൽ എഡ്ജസ് ഓൺ n വെർട്ടിസസ് ആൻഡ് E എഡ്ജസ്. സോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ലൈൻ ട്രൂ ആണെന്നുള്ളതാണ്. സോ ഹിയർ വാട്ട് ആം ഐ അസ്യൂമിങ്? ലെറ്റ് F ബി ദ നമ്പർ ഓഫ് ഫേസസ്. ഓക്കെ, F ബി ദ നമ്പർ ഓഫ് ഫേസസ് ഓഫ് G ആൻഡ് Mi എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് in the boundary of faces, in the boundary. Okay, since it's a normal edge, ഒരു പ്ലാനാർ ഗ്രാഫാണ് ഞാൻ പറയുന്നത്, പാരലൽ എഡ്ജസ് ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര എഡ്ജസ് ആണ് ആവശ്യമുള്ളത്? എനിക്ക് 3 എഡ്ജസ് ആണ് ആവശ്യമുള്ളത്. A B C അല്ലേ? 3 എഡ്ജസ് കൊണ്ട് എനിക്കൊരു ഫേസ് F ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പാരലൽ എഡ്ജസ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? സോ Mi എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ എവ്രി I. അപ്പോൾ എനിക്ക് അങ്ങനെ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ദെൻ 3F വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് I ഈസ് ഈക്വൽ ടു 1 Mi. അതായത് ഐയുടെ എല്ലാ വാല്യൂസിനും വേണ്ടിയിട്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ബൗണ്ടറിയിൽ ഇപ്പം ഈ ഒരു സംഭവം, ഇപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തു, 3 എഡ്ജസ് കൊണ്ട് ഞാനൊരു ചെയ്യുവാണെങ്കിൽ ഇതിന് അറ്റ്മോസ്റ്റ് മാക്സിമം 2 ഫേസസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും എനിക്ക് എന്ത് എഴുതാം? I ഈസ് ഈക്വൽ ടു 1 Mi ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2E എന്നും എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇത് 1 ആൻഡ് ഇത് 2. ഫ്രം ദിസ് ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് 3F ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2E. Therefore F is less than or equal to 2E by 3.
ഇനി നമുക്ക് യൂലേഴ്സ് തിയറം വെച്ചിട്ട് അറിയാം n മൈനസ് എം പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു 2. സോ ഇവിടെ നമ്മൾ നമ്മൾ അതുപോലെ വെക്കുകയാണ്. ഇ എന്ന് പറയുന്നത് ഞാൻ ഇ ആയിട്ട് തന്നെ എഡ്ജസ് ആയിട്ട് തന്നെ എഴുതുന്നു. പ്ലസ് എഫിന് ഞാൻ ഈ ഒരു വാല്യൂ കൊടുക്കുന്നു 2e/3. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ബിക്കോസ് ഇവിടെ ലെസ് ദാൻ ആണ്, ഞാൻ ഇവിടെ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ ആയി. ഇനി അതിന് ഞാൻ എങ്ങനെ എഴുതും? എനിക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഐ വിൽ ഗെറ്റ് ദി ആൻസർ എസ് ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n-6. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യുന്നത്. സോ ഇവിടെ ഇനിയിപ്പം സിൻസ് ഇവിടെ നമ്മൾ ഈ ഒരു വിത്തൗട്ട് പാരലൽസ് എന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് യൂഷ്വലി ഇവിടെ 3 വരുന്നത്, അല്ലാത്തപ്പോൾ ഇത് മാറി വരും. അപ്പോൾ അതിന് നമുക്ക് വേറൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ് ഈ ഒരു തിയറത്തിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് K5 ഇസ് നോൺ പ്ലാനാർ. സോ നമുക്കറിയാം ബൈ തിയറം ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n-6 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്താണ് പ്ലാനാർ അല്ലേ. അപ്പോൾ ഇത് പ്ലാനാർ ഗ്രാഫ്സിന് ട്രൂ ആണെന്നാണ് നമ്മൾ തൊട്ടു മുന്നത്തെ തിയറത്തിൽ പ്രൂവ് ചെയ്തത്. ഇനി ഒരു K5ൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എത്രയാണ്? K5ൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. സോ ഇ വിൽ ബി 10. ഇനി n എന്താണ്? 5 ആണ് അല്ലേ, നമ്പർ ഓഫ് വേർട്ടിസസ്. സോ എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്? 10 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 × 5 - 6. 3 × 5 - 6 എന്നാണ്. 10 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 - 6. 15 - 6 9 ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ട്രൂ ബിക്കോസ് 10 ഇസ് ഗ്രേറ്റർ ദാൻ 9. ഹെൻസ് ദിസ് എന്താണ് ദിസ് അസംഷൻ ഇസ് ഫാൾസ് ആൻഡ് K5 ഇസ് നോൺ പ്ലാനാർ. സോ നോൺ പ്ലാനാർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ യൂലേഴ്സ് തിയറം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ആൻഡ് എഗെയിൻ ഇത് സാധാരണ ഗ്രാഫിന് മാത്രമല്ല ആണ്, ബൈപാർട്ടേറ്റിന് നമുക്കിത് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത് നമുക്കൊരു തിയറം നോക്കാം. ഇഫ് G is a bipartite plane graph then E less than or equal to 2n-4. ഇപ്പം നമ്മളുടെ ഇവിടെ എഡ്ജസ് മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. സോ എഗെയിൻ നമ്മളിവിടെ ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് G എടുക്കുകയാണ്. ഫേസസ് എഫ് ഉണ്ട്. അപ്പോൾ ഇതിനെ ബൗണ്ടറി ചെയ്യാനായിട്ട് MI ഉണ്ട്. അപ്പം ഐക്ക് ഡിഫറെൻറ്റ് വാല്യൂ. സോ നമുക്കറിയാം ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് അല്ലേ. സോ ബൈപാർട്ടേറ്റ് ഗ്രാഫ് നിങ്ങൾ ബൈപാർട്ടേറ്റ് ഗ്രാഫ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു K33 ആണ് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എനിക്കിപ്പോൾ ഒരു എനിക്കിപ്പം ഇവിടെ ഒരു ഫേസ് വരണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ 1 2 3 4. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് കണ്ടോ ഫേസസ് വരുന്നത്. സോ എനിക്ക് ഫേസസ് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റ്ലീസ്റ്റ് 4 edges that I would require to make a face. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 4f is less than or equal to I അല്ലാട്ടത് എഫ് ആണ് MI. അതുപോലെ തന്നെ വി ഓൾസോ നോ ദാറ്റ് I is equal to 1, MI less than or equal to 2e. ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 4f less than or equal to 2e. therefore E is less than or equal to E is less than or equal to 2. So E അല്ല sorry F is less than or equal to 1/2e. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ യൂലേഴ്സ് തിയറത്തിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? n - is equal to 2 n - e plus e/2 is greater than or equal to 2. that is nothing but E is less than or equal to 2n-4. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഒരു -e വരും. സോ അപ്പം ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേനും സൈൻസ് റിവേർട്ട് ആവും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വിൽ ബി ഏബിൾ ടു പ്രൂവ് ദാറ്റ് ദിസ് തിയറം ഇസ് ട്രൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 4 എഡ്ജസ് ഉണ്ടെങ്കിൽ മാത്രമേ 4 എഡ്ജസ് എന്നല്ല, ആക്ച്വലി ഇത് ഷോർട്ടസ്റ്റ് സൈക്കിളാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഓഫ് ദ ലെങ്ത് 4. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീവിയസ് കേസിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? പ്രീവിയസ് കേസിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്രയൊക്കെ ബൗണ്ട് ചെയ്താണ് നമുക്ക് ഫേസസ് കിട്ടുന്നതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പുറത്തെന്ന് പറയുമ്പോൾ ഷോർട്ടർ സൈക്കിളാണ് നമ്മൾ എടുത്തിരുന്നത്. ഇനി ആ ഒരു ക്വസ്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് K33 is നോൺ പ്ലാനാർ. E is less than or equal to 2n-4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ E എന്താണ്? നമ്മളുടെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? 9 ആണ് അല്ലേ. n എത്രയാണ്? 6 ആണ്. ബിക്കോസ് ഇവിടെ 3 എണ്ണം ഇവിടെ 3 എണ്ണം. സോ 9 is less than or equal to 2 × 6 - 4. സോ ദാറ്റ് is nothing but 8.
9 is less than or equal to 8 is false. 9 is greater than 8. Hence we can say that K33 is non-planar. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടെണ്ണത്തിനും രണ്ട് രീതിക്കാണ്. നമ്മളുടെ K33 ആണെങ്കിലും നമ്മുടെ ബൈപാർട്ടേറ്റ് ആണെങ്കിലും നമ്മുടെ നോർമൽ ഗ്രാഫ് ആണെങ്കിലും രണ്ട് പേർക്കും രണ്ട് ഡിഫറെൻറ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം.